തൃശ്ശൂർ ജില്ലയിൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും എല്ലാം ആക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്റിട്ട MLA-ക്കെതിരെയുള്ള പ്രതിഷേധം, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനെതിരെ ആ ഒരു സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയെങ്കിൽ പോലും അങ്ങനെ ക്ഷമിക്കാവുന്ന തരത്തിലുള്ള വളരെ അധിക്ഷേപിച്ചുള്ള, ഇല്ലെങ്കിൽ ഓരോ വിശ്വാസികളുടെയും മനസ്സിനെ കുത്തി നോവിക്കുന്ന തരത്തിലുള്ള വിശേഷണങ്ങളും മറ്റുമായിരുന്നു. സുധീഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഹൈന്ദവ വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് MLA-യുടെ ഭാഗത്തിനുണ്ടായാലും P. ബാലചന്ദ്രൻ്റെ ഭാഗത്തിനുണ്ടായാലും അതിശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകൾ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അദ്ദേഹം ഒരു സാധാരണ വ്യക്തി എന്നതല്ല ഈ പ്രതിഷേധത്തിന് കാരണമായത്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധി എന്ന രീതിയിൽ സത്യപ്രതിജ്ഞ നടത്തി അധികാരത്തിൽ ഏറിയ ഒരു വ്യക്തിയാണ്. സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുന്നത്, ഭരണഘടന ലംഘനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഖേദപ്രകടനത്തിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും BJP-യുടെയും. ഇതിൽ BJP ആണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ആ രീതിയിൽ പ്രതിഷേധം ശക്തമാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നേതൃത്വം നൽകിയിട്ടുമുള്ളത്, അല്ലേ? KP സുരേഷ്, ഈ ഒരു വിഷയത്തിൽ BJP മാത്രമല്ല മറ്റ് ഹൈന്ദവ സംഘടനകളും എല്ലാം തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഒരു തരത്തിലും ഒരു പ്രകോപനവും കൂടാതെ ഈ രീതിയിൽ ഒരു വിശ്വാസ സമൂഹത്തെ മൊത്തം കുത്തിനോക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുക, അതും അത് മദ്യലഹരിയിലാണോ എന്ന് പോലും അറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും ക്ഷമിക്കാവുന്ന, അത് ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളാവാം ഒരുപക്ഷെ ഈ രീതിയിൽ പുറത്തുവരുന്നത്. എന്തു തന്നെയായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ CPI-ക്കുള്ളിലും ഇതിനെതിരെ കടുത്ത വിമർശനം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. അത് ചില CPI-ക്കകത്തെ ചില ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രതികരണങ്ങൾ എന്ന തരത്തിൽ പോലും ഇതിനെ ചിലർ വിലയിരുത്തുന്നുണ്ട്. എന്തു തന്നെയായാലും ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നും തൃശ്ശൂരിൽ MLA ഓഫീസിലേക്കായാലും MLA-യുടെ വസതിയിലേക്കായാലും എല്ലാം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്നലെ BJP-യുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിന് നേരെ ജലപീരങ്കി വരെ പ്രയോഗിച്ചിരുന്നു. ഈ രീതിയിൽ ഉള്ള പ്രതിരോധം തീർക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അത്തരം പ്രതിരോധം തീർക്കുമ്പോഴും ശക്തമായ എതിർപ്പ് തന്നെ, ഇല്ലെങ്കിൽ പ്രതിഷേധം തന്നെ ഉണ്ടാവാനാണ് സാധ്യത നിലനിൽക്കുന്നത്. KP സുരേഷ്. സുധീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് BJP-യെ സംബന്ധിച്ചായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളായാലും രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് തൃശ്ശൂർ പോകുമ്പോൾ അവിടെ ഇത്തരത്തിൽ ഹൈന്ദവ വിശ്വാസത്തെ ധ്വംസിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അത് വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ തന്നെയാണ് ഇടതുമുന്നണിക്കുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ CPI-യും CPM ആയിക്കഴിഞ്ഞാലും ഇടതുപക്ഷമായി കഴിഞ്ഞാലും വലിയ രീതിയിലുള്ളൊരു പ്രതിരോധത്തിലായി കഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലേ? KP സുരേഷ്, വലിയ രീതിയിൽ CPI നേതൃത്വത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി വന്ന ഈ ഒരു പോസ്റ്റ്. അതുകൊണ്ട് തന്നെ അത് ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ കടുത്ത അമർഷമുണ്ടാക്കുമ്പോഴും മറുഭാഗത്ത് അവർ ചിന്തിക്കുന്നതുണ്ട്, ഹൈന്ദവ വിഭാഗം ആ ഒരു കാര്യം മറന്ന് തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും മാറിയാൽ ഇപ്പോൾ നടത്തിയ ഈ ഒരു പ്രകടനത്തിലൂടെ മറ്റ് ചില ആൾക്കാരുടെ വോട്ട് നേടാമെന്നുള്ള ഒരു ചിന്തയും ചിലർക്കുണ്ട്. എന്ത് തന്നെയായാലും ഇത് വോട്ട് ലക്ഷ്യം വെച്ചായാലും ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചാൽ ബോധമില്ലാതായാലും അത് ഹൈന്ദവ വിശ്വാസികളിൽ ഉണ്ടാക്കിയിട്ടുള്ള മുറിവ് ആഴത്തിലുള്ളതാണ്. അത് പെട്ടെന്ന് മറക്കുമെന്ന പ്രതീക്ഷ വെച്ചു പൊറുപ്പിക്കേണ്ട എന്ന തരത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണങ്ങൾ. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം തുടരാനാണ് സാധ്യത. ഇതിൽ നിയമപരമായും നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇന്നും ശക്തമായ പ്രതിഷേധവും തുടർ നടപടികളും ഈ വിഷയത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. KP സുരേഷ്. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.